വീടിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പുതിയ ജീവിതചക്രത്തിന്റെ ചലനം 4 ദിവസമായി നിശബ്ദം നിരീക്ഷിക്കുകയായിരുന്നു വൈജയന്തി. തന്റെ അഭാവത്തിൽ അലിനെ രൂപപ്പെടുത്തിയ ചിട്ടകൾക്കനുസരിച്ചാണ് തന്റെ ഭർത്താവും മക്കളും ജീവിക്കുന്ന തിരിച്ചറിവ് വൈജയന്തിയെ അരിശം വിളിച്ചു. എന്നും കുട്ടികൾ പുലർച്ചെ 5 മണിക്ക് ഉണരുന്നു, 6 മണി വരെ പഠിക്കുന്നു, പിന്നീട് കിച്ചണിൽ കയറുന്നു, ഭവിതയും കൃഷ്ണജിയും മുറ്റം പങ്കുവച്ച് തൂക്കുന്നു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ചോറും ഒരുക്കുന്നു. ഇടയ്ക്ക് രോഹിത് അനുജിത്മാരെ സഹായിക്കുന്നു. കൃഷ്ണ അച്ഛന് കൃത്യമായി ചായം മരുന്ന് ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. കുട്ടികൾ ക്ലാസ്സിൽ പോയി മടങ്ങി വന്നാലുടൻ ചായ കുടിച്ച് പത്രം വായനയും മറ്റുമായിട്ടിരിക്കുന്നു. പിന്നെ വീടിന് ഉത്ഭാവം തൂത്തുവാട് വൃത്തിയാക്കുന്നു, വസ്ത്രങ്ങൾ അലക്കുന്നു, അത്താഴം ഉണ്ടാക്കുന്നു. 6:30 മണിക്ക് സിറ്റൗട്ടിൽ വിളക്ക് കൊളുത്തുന്നു. 8:30 മണിക്ക് അത്താഴം മേശയിലെത്തുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം. അരമണിക്കൂറിൽ കുട്ടികൾ ലിവിംഗ് റൂമിൽ ഇരുന്ന് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ബാലനും അവരോടൊപ്പം കൂടുന്നു. കുറച്ചു സമയം TV കാണുന്നു. 10 മണിക്ക് ഉറങ്ങാൻ പോകുന്നു. ഇതെല്ലാം അലിന ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരങ്ങളാണെന്ന് വൈജന്തിക്ക് മനസ്സിലായി. ആ പുതിയ രീതികളോട് ഇണങ്ങിച്ചേരാൻ വൈജ കൂട്ടാക്കിയില്ല. അലിനോടുള്ള വൈരാഗ്യം ഇനിയും പുകഞ്ഞുകിടക്കുകയാണ് മനസ്സിൽ. അതിനാൽ തന്നെ ആ വീട്ടിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ കൃത്യമായി ചലിച്ചുകൊണ്ടിരുന്ന ജീവിതചക്രത്തിൽ നിന്ന് വൈജയന്തി വേറിട്ട് നിന്നു. തന്റെ ഭർത്താവിൽ നിന്ന് മാത്രമല്ല, തന്റെ മക്കളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നതായി വൈജയന്തിക്ക് അനുഭവപ്പെട്ടു. ഇതിനൊരു അറുതി വരുത്തണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ 4:30 മണിക്ക് വൈജ അലാറം വെച്ച് ഉണർന്നു. വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് പതിയെ പതിയെ പിടിച്ചു നടന്നുകൊണ്ട് കിച്ചണിലെത്തി. അല്പം വിഷമിച്ചിട്ടാണെങ്കിലും ജോലി തുടങ്ങി. 5 മണിക്ക് ഉണർന്നിട്ട് വന്ന ബബിതയും കൃഷ്ണയും കണ്ടത് വൈജയന്തി കിച്ചണിലിരുന്ന് കറക്കരിന്നാണ്. അമ്മ എന്താ ഇങ്ങനെ പണിയൊക്കെ വയ്യാതിരിക്കുമ്പോൾ എഴുന്നേറ്റൊന്ന് ജോലിയൊക്കെ ചെയ്യുന്നത്? വേണ്ടാത്ത പണിയോ? വൈജയന്തി അവളെ കൊതിച്ചു നോക്കി. ഇത് ഞങ്ങൾക്ക് ചെയ്തോളാം, ഇത് ഞങ്ങൾ ചെയ്തോളാൻ പറയുന്നല്ലോ അമ്മേ. എനിക്കത്രയ്ക്ക് വയ്യാതിരിക്കൊന്നുമല്ല, കാലിന് മാത്രമുള്ള കുഴപ്പം, അതും ചെറിയൊരു കുഴപ്പം. കൈകൊണ്ട് ജോലി ചെയ്യാനേ ഒരു തടസ്സവും ഇല്ല. അമ്മയ്ക്ക് വിശ്രമം വേണ്ട സമയമല്ലേ ഇത്? ഞാനേ കുറെ കാലം വിശ്രമിച്ചില്ലേ, മതി. മാത്രല്ല ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങണമല്ലോ. കുറേശ്ശെ ഓരോ പണികൾ ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ മടി പിടിച്ചു പോകും. അമ്മയല്ലേ മുമ്പും ഇതൊന്നും ചെയ്തോണ്ടിരുന്നത്? അലിന ചേച്ചിയല്ലേ? കൃഷ്ണൻ ചോദിച്ചു. അലിന ചേച്ചി? അവൾ എന്നാണ് ഈ വീടിന് കയറി വന്നത്? അതിനു മുമ്പ് എത്ര വേലക്കാരിലൂടെ വന്നിട്ടുണ്ട്. അവരുടെ ഒന്നും പേര് നിനക്ക് ഓർമ്മയില്ലേ? വൈജയന്തിക്ക് ദേഷ്യം വന്നു. നിങ്ങളെന്തിനാ ഈ വീട്ടിൽ ജോലി ചെയ്ത് വേലക്കാരെയൊക്കെ പേരോർത്തിരിക്കുന്നത്? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമോ? ബബിതയും വിട്ടുകൊടുത്തില്ല. ഈ അയലിൻ ചേച്ചിക്ക് മാത്രം എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചേ. ശമ്പളം മേടിച്ചുകൊണ്ട് തന്നെയല്ലേ അവളും ജോലി ചെയ്തത്? ശമ്പളം മാത്രമല്ലായിരുന്നല്ലോ, കിമ്പളവും അതിന്റെ പുറമെ ബോണസും ദുരിതാശ്വാസവും ക്ഷാമബത്വവും സഹായധനവും കുന്തവും കൊടിച്ചക്കറും എല്ലാം ഉണ്ടായിരുന്നല്ലോ. വൈജ അസൂയയുടെ പുകച്ചോടും ദേഷ്യപ്പെട്ട് പറയാണ്. ആ, അതുകൊണ്ടാ ഞങ്ങൾ അയലിൻ ചേച്ചിയുടെ പേര് മാത്രം ഓർത്തിരിക്കുന്നത്. ഭവിതൻ ദേഷ്യപ്പെടുന്നുണ്ട്. വേലക്കാരെയും കൂലിക്കാരെയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നിന്നെയൊക്കെ പ്രസവിച്ച് നിന്റെയൊക്കെ മലമൂത്രം വാരി ഈ വീട്ടിലെ സകല ജോലികളും ചെയ്താ നിന്റെ പെട്ടതള്ളയ്ക്ക് ഇപ്പൊ അയലിൻ ചേച്ചിയുടെ അത്രയും പോലും വിലയില്ല അല്ലേടി? സുല്ല്. ബബിത വൈദ്യുതി നിനക്ക് കൈകോപ്പി. നമ്മളെ അടിക്കാതെ വിട്ടേക്കണേ. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കള ജോലി ചെയ്യേണ്ട കാര്യമൊന്നും ഈ വീട്ടിലെ കുട്ടികൾക്കില്ല. അവൾക്ക് കാല് നീട്ടിയിരുന്ന് സൂഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പലതും പറഞ്ഞു മയക്കി ഇവിടുത്തെ വീട്ടുജോലികളെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അവളുടെ ഭരണപരിഷ്കാരങ്ങളൊന്നും ഈ വീട്ടിൽ വേണ്ട. വൈജയന്തിയ ഇവിടുത്തെ കുടുംബനാഥ. നാളെ മുതൽ 5:30 മണിക്ക് എണീറ്റാൽ മതി നിങ്ങള്. ബബിത പെട്ടെന്ന് തിരിഞ്ഞു കടന്നു. അരമണിക്കൂർ നേരത്തെ എണീറ്റാൽ ആകാശം ഇടിഞ്ഞു വീഴുമായിരിക്കും. ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി, മനസ്സിലായോടി? ബബിത പിന്നെയൊന്നും മിണ്ടിയില്ല. നേരെ പോയി കട്ടിലെ കയറി കടന്നു. കൃഷ്ണ സഹതാപത്തോടെ വൈജയെ നോക്കി നിൽക്കാണ്. അമ്മ എന്തിനാ ചുമ്മാ വഴക്കുണ്ടാക്കുന്നേ? ചുമ്മാതാണോടി, നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാനുണ്ട്? ആ സമയത്ത് അടുക്കളപ്പണിയും വീട്ടുപണിയും ചെയ്തുകൊണ്ടിരുന്ന പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? പഠിത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ വീട്ടിലെ പണികളെല്ലാം ഞങ്ങളെല്ലാം കൂടി നല്ല രസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാ. ഞാനും ഭവതേച്ചിയും രോഹിതേട്ടനും അല്ല ചേച്ചിയും കൂടി ഒത്തുകൂടിയ പഴവിടെയും തീരും എല്ലാ പണിയും. പഠിക്കാനൊക്കെ മുമ്പത്തേക്കാൾ സമയം ഉണ്ടായിരുന്നു. പഠിക്കാനത്ര സമയം കൂടുതൽ കിട്ടിയ എന്താ കുഴപ്പം? അതുപോലെ തന്നെ രോഹിതിനെ കൊണ്ട് നിങ്ങൾ അടുക്കളപ്പണി ചെയ്യിപ്പിച്ച് വലിയ കേമാണെന്നാണ് വിചാരം. ഞാൻ കണ്ടു നിന്റെയൊക്കെ ഡ്രസ്സ് വരെ അവനെ കൊണ്ട് അയൺ ചെയ്യിക്കുന്നത്. അവനൊരാണല്ലേടി. ആൺപിള്ളേർ വീട്ടിൽ ജോലി ചെയ്ത് എന്താ അവരെ കൈ ഉളുക്കി പോവോ? അന്യ വീട്ടിലൊന്നുമില്ലല്ലോ, സ്വന്തം വീട്ടിലല്ലേ. സ്വന്തം അനുജത്തിമാരെ സഹായിക്കാനല്ലേ. രോഹിതിനാണെങ്കിൽ ചോറും കറിയും സാമ്പാറും പുളിശ്ശേരിയും എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചായിരുന്നു. നല്ല രുചിയായിട്ട് അവിയലും വെക്കും. അയൽ ചേച്ചി പഠിപ്പിച്ചതാ. അവളുടെ പേര് പോലും പറയില്ല പെണ്ണെ, എനിക്ക് കളി കയറും. വൈജയന്തി കോപത്തോടെ അവളെ നോക്കി. ആൺകുട്ടികളെ പാചകം പഠിച്ചു വെച്ചാ എന്താ കുഴപ്പമെന്ന് നിനക്കറിയാവോ? അവനൊരു പെണ്ണ് കിട്ടുമ്പം അച്ഛമാർക്ക് വെച്ച് വിളമ്പേണ്ടി വരും. രുചിയായിട്ട് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയുന്ന ആണുങ്ങൾക്ക് അവരുടെ ഭാര്യമാര് വെച്ചു കൊടുത്താൽ പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവളോട് തന്നെ അവൾമാരെ പാചകം പഠിപ്പിക്കാൻ ഇറങ്ങും. അതുതന്നെ തരണമെന്ന് കണ്ട് അവളൊക്കെ ഇണക്കത്തിലാട്ടി പിന്നെ നിന്നെ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്നാൽ എന്താ കുഴപ്പം? കൃഷ്ണൻ ചോദിച്ചു. നിന്റെ അച്ഛനോട് ചെന്ന് ചോദിക്ക്.
ആ മനുഷ്യൻ ഇന്നേ വരെ ഈ അടുക്കള കയറി ഗ്ലാസ്സെങ്കിലും കഴിയുന്നത് നീ കണ്ടിട്ടുണ്ടോ? അച്ഛനെ പഠിപ്പിക്കാൻ ഒരു അരലച്ചിട്ട് ഇല്ലതായിപ്പോയി. രോഹിത്തിനെ പഠിപ്പിച്ച നേരത്ത് ആവാമായിരുന്നല്ലോ. അതങ്ങനെ നടക്കും. നിങ്ങളെ മൂന്നുപേരെ വീഡിയോയിൽ ജയിപ്പിക്കാൻ ഏൽപ്പിച്ച് അങ്ങേരും അവളും കൂടി വേണ്ട. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അമ്മ പറയാതിരിക്കുന്ന നല്ലത്. അത്രയും കുറച്ച് പൊല്യൂഷനല്ലേ ഈ വീട്ടിലുണ്ടാവുള്ളൂ. അതും പറഞ്ഞ് കൃഷ്ണ തിരിഞ്ഞ് ഒറ്റ നടത്തം. വൈജന്തിക്ക് കാലിന്റെ പെരുവിരൽ മുതൽ പെരുത്ത് കയറി വന്നെങ്കിലും പണിപ്പെട്ട തടക്കി. അലീനെ ടി വി കാണാൻ അനുവദിച്ച സമയം 9 മണിയെന്ന സമയം 7 മണിയിലേക്ക് വൈജന്തി മാറ്റി. 7:30 മുതൽ 8:30 വരെ പഠിത്തം, പിന്നെ അത്താഴം. അതിനുശേഷം രോഹിത്തും അഭിനയും കൃഷ്ണയും ബാലേന്ദ്രനും കൂടി ലിവിംഗ് റൂമിൽ പോയിരുന്ന് സംസാരിച്ചു. വൈജന്തി അവിടേക്ക് ചെന്നു. അത്താഴം കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും മാറിയെന്ന് സൊള്ളിയാൽ മതിയോ? പഠിക്കാനൊന്നുമില്ല നിങ്ങൾക്ക്? വല്ല തേവിടിശികളും വന്ന് ഈ വീട്ടിൽ ഉണ്ടാക്കി വെച്ച ചീരശീലങ്ങളൊന്നും ഇനി ഇവിടെ നടപ്പില്ല. 10:30 വരെ ഒറ്റ കിള വെച്ചിരുന്നു ഉറക്കളച്ചിരുന്ന് പഠിച്ചോണം 3 പേരും. ഭവിതയും രോഹിത്തും പരസ്പരം നോക്കി. ഞങ്ങൾ ഇവിടെ 1/2 മണിക്കൂർ സംസാരിച്ചാൽ എന്താ കുഴപ്പം? അതാ പറഞ്ഞത്, അവളുടെ ഭരണപരിഷ്കാരങ്ങളൊന്നും ഇവിടെ വേണ്ടാന്ന്. നിങ്ങൾക്ക് എന്താ ഇത്ര പറയാനുള്ളത്? നാട്ടുകാരുടെ പരദൂഷണമോ അതോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന സില്ലി തിങ്സോ? അതൊക്കെ അവരിട്ടിട്ട് പോരണം, വൈജയന്തി പറഞ്ഞു. ബബിതയുടെ മുഖം മുറുകി. അവൾ ബാലനെ നോക്കി. അച്ഛന് ഇതിലൊന്നും പറയാനില്ലേ? അച്ഛനാണോ അമ്മയാണോ ഇവിടുത്തെ കുടുംബനാഥൻ? ബബിതയുടെ ചോദ്യം ബാലനെ ചില ക്ഷീണിപ്പിച്ചു. കാലാവത്തിന് തിരികൊളുത്തുകയാണെന്ന് അവൾക്കറിയില്ല. വെട്ടെന്ന് മുറിരണ്ടെന്നാണ് അവളുടെ സ്വഭാവം. ബാലന്റെ മൗനം ബബിതയെ രോഷാകുലിയാക്കി. ഞങ്ങളെ കൺഫ്യൂഷനിലാക്കരുതേ അച്ഛാ. ഒന്നുകിൽ അച്ഛൻ പഞ്ചപുച്ച മടക്കി അമ്മ പറഞ്ഞനുസരിക്കണം, അല്ലെങ്കിൽ അടി കൊടുത്തിട്ടായാലും ശരി അമ്മയെ കൊണ്ട് അനുസരിപ്പിക്കണം. അതിന് ചുണയുണ്ടോ അച്ഛന്? ബാലൻ സ്തബ്ധയായിപ്പോയി. അപ്പോഴേക്കും വൈജയന്തിന്റെ പ്രത്യുത്തരം വന്നു. വൈജയന്തി അനുസരിപ്പിക്കണമെങ്കിൽ നിന്റെ അച്ഛൻ വേറൊരു ജന്മം ജനിക്കണം. ഒരു ഭർത്താവിന്റെ കടമ വേണ്ടതുപോലെ ചെയ്യുന്നവന് മാത്രമേ ഭാര്യ അനുസരിപ്പിക്കാൻ അധികാരമുള്ളൂ. രാത്രി തോറും ഒരു ഭീരുവിനെ പോലെ കോണിപ്പടി കയറി ഗസ്റ്റ് റൂമിലെത്തി വാതിലടയ്ക്കുന്ന ഭർത്താവിന് അതിനുള്ള യോഗ്യതയില്ല. ആണി അടിച്ചതുപോലെ വൈജയന്തിന്റെ വാക്കുകൾ ബാലന്റെ മേൽ ശിരസിൽ തറഞ്ഞു കയറി. ബാലൻ തന്റെ മക്കളെ നോക്കി സ്തംഭിച്ചു നിൽക്കുകയാണ് 3 പേരും. അവരുടെ ദൃഷ്ടികൾ മെല്ലെ തന്നെ നേർക്ക് തിരുന്നതായി അയാൾ കണ്ടു. അമ്മ മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛന്റെ ഭർത്തൃപദവിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അച്ഛന്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അച്ഛന്റെ പുരുഷത്വത്തെ അവഹേളിച്ചിരിക്കുകയാണ്. അച്ഛനെന്ന് മറുപടിയില്ലേ എന്നാണ് കുട്ടികളുടെ നോട്ടത്തിനർത്ഥം. മറുപടിയുണ്ട്. ബാലൻ പാദം മുതൽ നെറുക വരെ ചോര തുളച്ച് നീരാവിയായി കൊണ്ടിരുന്നു. ഇപ്പോൾ അച്ഛന്റെ അഭിമാനത്തെയും ആണത്വത്തെയും അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ ഈ അമ്മ വിവാഹത്തിന് മുമ്പ് മറ്റൊരു പുരുഷത്വത്തെ ജീവിച്ചവളാണ്. ഇവൾ നിങ്ങളുടെ അമ്മ 23 വർഷം മുമ്പ് നെയ്യാറ്റിൻകരയിലുള്ള ഒരു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞിനെ പിഴച്ച് പ്രസവിച്ചവളാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ആ രഹസ്യം മറച്ചു വെച്ച് നിങ്ങളുടെ അച്ഛനെ വഞ്ചിച്ചവളാണ്. അവൾ പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അവളാണ് 3 ദിവസം മുമ്പ് വരെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ആലീന ചേച്ചി. ഇത് മതിയോ മറുപടി? മക്കൾ 3 പേരും നടുങ്ങിത്തെറിച്ച് നിൽക്കുകയാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ വൈജയന്തിനെ നേർക്ക് നോക്കുന്നുണ്ട്. വൈജയന്തി രക്തം വാർന്ന് വിളറി ഒരു പ്രേതരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നിന്റെ വിജയമുഹൂർത്തം. ഇനി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ തോൽപ്പിക്കാൻ തന്റെ നേർക്ക് തലയുയർത്തി നിന്ന് നോക്കാൻ വൈജയന്തി എന്ന ഒരു കപടമുഖം മുടിക്ക് കഴിയില്ല. ഇനിയൊരിക്കലും മക്കളുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ അവൾക്ക് സാധ്യമല്ല. ഇനിയൊരിക്കലും ബാലന്റെ ഭാര്യ എന്ന പദവിക്ക് അവൾ അർഹയല്ല. ഈ വീട്ടിൽ നിന്ന് തന്നെ തലകുനിച്ച് ഇറങ്ങിപ്പോവുകയല്ലാതെ അവളുടെ മുമ്പിൽ മാർഗമൊന്നുമില്ല. 2-4 നിമിഷങ്ങളുടെ ക്രോധാഗ്നിയിൽ എരിഞ്ഞുകൊണ്ട് ബാലൻ ഈ മായക്കാഴ്ചകളെല്ലാം കണ്ടനുഭവിച്ചു. ഏറ്റവും ഒടുവിൽ ഏതോ ഒരു കോൾ നിർമ്മലികളോട് തകർന്നു നിൽക്കുന്ന അലിയുടെ രൂപം അയാൾ കണ്ടു. ഒരു കുടുംബം തകർന്നു ചിതറുകയാണ്. വേണ്ട, ജ്വാലകൾ ക്രമേണ കെട്ടമർന്നു. ക്രോധാഗ്നി കെട്ടടങ്ങി. ബാലൻ വൈദ്യയെ നോക്കി. വിജയശ്രീലാളിതയെപ്പോലെ അഹംഭാവത്തിൽ തലഞ്ഞെളിഞ്ഞു നിൽക്കുന്നു. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആകാംക്ഷയോടെ നിൽക്കുന്ന മകളുടെ നേർക്ക് അയാളുടെ നോട്ടം പാളി വീണു. നിസ്സഹായതയുടെ ഒരു മന്ദഹാസം അയാളുടെ ചുണ്ടുകളിൽ വറ്റി വരണ്ടു. ഒരക്ഷരം പോലും മിണ്ടാതെ ബാലൻ അവരുടെ മുമ്പിലൂടെ നടന്നുപോയി. കോണിപ്പടിയിൽ അയാളുടെ കാലച്ച് നേർത്തു വന്നു. മുകളിലെ ഗസ്റ്റ് റൂമിന്റെ വാതിലടക്കുന്ന ഒച്ചയും ഒടുവിൽ കേട്ടു. ഭവിത സാവധാനം പിന്തിരിഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി. രോഹിത്തും കൃഷ്ണയും പതിയെ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു. വൈജയന്തി എന്തെന്നില്ലാ സംതൃപ്തിയോടെ അല്പസമയം കൂടി അവിടെ തന്നെ നിന്നു. രോഹിത് ഭവിതയുടെ മുറിൽ ചെന്ന് അവളെ ശകാരിക്കുകയായിരുന്നു. നിന്റെ നാവിന് എലില്ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ വഴക്കുണ്ടായത്? ഞാൻ എന്ത് ചെയ്തു? നമ്മളെല്ലാരും കൂടി അച്ഛൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ കയറി ഭരിക്കാൻ വന്നു. അച്ഛനല്ലേ അമ്മയെ നിയന്ത്രിച്ച് നിർത്തേണ്ടത്? അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അച്ഛൻ പറഞ്ഞ അമ്മ അനുസരിക്കോ? സാക്ഷാൽ ഈശ്വരൻ അമ്മയുടെ അടുത്തുനിന്ന് ന്യായം പറഞ്ഞ അമ്മ കേൾക്കോ? അങ്ങോട്ട് തറക്കിച്ച് നിൽക്കും. ഞാൻ അച്ഛനെ ഒന്ന് എരിവേറ്റ് നോക്കിയതാ. മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മയെ തല്ലാൻ പറ്റുമോ അച്ഛന്? എന്നാൽ അടങ്ങും അമ്മ. അച്ഛന് ഭയങ്കര വിഷമമായിപ്പോയി അല്ലേ രോഹിയേട്ടാ? ഭവന് നഖം കടിച്ചുകൊണ്ട് വല്ലായ്മയോട് ചോദിച്ചു. പിന്നെ ഇല്ലേ, അമ്മ കിട്ടിയ അവസരം ശരിക്കും മുതലാക്കി.
അച്ഛൻ ആകെ ഐസായിപ്പോയി. പക്ഷെ അച്ഛന് ശരിക്കും ദേഷ്യം വന്നായിരുന്നു. തീപ്പൊരു ചിന്നുന്ന പോലെയാ അച്ഛന്റെ ഭാവം. ഞാൻ കണ്ണി കണ്ടതാ. എന്ത് ചെയ്യാനാ? അച്ഛന് ധൈര്യമില്ലാതായിപ്പോയി. ഓ, കഴിഞ്ഞത് തന്നെ. നീ കിടന്നുറങ്ങാൻ നോക്ക്. രോഹിത്ത് അവളുടെ തോളത്ത് തട്ടി. രോഹിത്തെ! വൈദ്യുതിനെ വിളി കേട്ട് രോഹിത്ത് ഞെട്ടി തിരിഞ്ഞു. വാതുക്കളെ അമ്മ. അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്താ ഇവിടെ? ഒന്നുമില്ല. ബബിതയുടെ മുറിലെന്താ നിനക്ക് കാര്യം? എനിക്ക് അവളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പകല്. രാത്രി അസമയത്ത് ഇതൊന്നും ശരിയല്ല. രോഹിത് അമ്പരം നോക്കാണ്. അവൻ അമ്മയുടെ നേർക്ക് ഒന്ന് നോക്കിയിട്ട് മുറിവിട്ടിറങ്ങി. അമ്മ ഇങ്ങോട്ടെന്തിനാ വന്നേ? ബബിത ചോദിച്ചു. എന്താടി? ഏതൊന്നും ശരിയില്ലെന്നാ അമ്മ പറഞ്ഞത്. ആങ്ങളെയായാലും പെങ്ങളെയായാലും പ്രായം തികഞ്ഞ ഒരകലം വേണം. ഞങ്ങൾ തമ്മിലുള്ള അകലം നോക്കാനാണോ അമ്മ ഇത്രയും നാളും വാടക വീട്ടിൽ പോയി ഒറ്റയ്ക്ക് താമസിച്ചത്? അതിന്റെ കുഴപ്പങ്ങൾ പലതും ഇവിടെ കാണാനുണ്ട്. രോഹിത്തിനോട് എൻ്റെ അടുത്ത് നിന്നിരുന്നത് സംസാരിച്ചതാണോ വലിയ കുറ്റമായി പോയത്? കൊല്ലപ്പള്ളിയിൽ അമ്മ ആങ്ങളമാരെ പേടിച്ച് എത്രമാത്രം അകലം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കൃത്യം അളവെന്ന് പറഞ്ഞ് ഇവിടെ അതേ അകലം തന്നെ പാലിക്കാം. കണ്ണത്തിനും പറഞ്ഞിട്ടുണ്ടല്ലോ, അടിച്ചൊരു ചെകിട് പോയിക്ക് ഞാൻ. വൈജന്തി ഭീഷണിപ്പെടുത്തി. ബബിത ദേഷ്യത്തിൽ തലവഴി പോതപ്പെട്ട് മൂടിക്കിടക്കാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ബബിതയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അവൾ പെട്ടെന്ന് ചാടിയിട്ട് നമ്പർ നോക്കി. അല്ലയുടെ നമ്പറാണ്. ധൃതിയിലാൾ മേശപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ താഴെ വീണ് ഓഫായിപ്പോയി. സെറ്റ് എടുത്ത് ഓൺ ചെയ്ത ശേഷം അവൾ ചെന്ന് വാതിലടച്ചു. വീണ്ടും ഫോണിൽ റിംഗ് ടോൺ കേട്ടു. അലിന് ചേച്ചി. ബബിത കോൾ അറ്റൻഡ് ചെയ്തു. നീ എന്ത് ചെയ്യുക മോളെ അവിടെ? ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ധൃതി പിടിച്ചെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി. വേഗം പറ. എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ? ഇവിടുത്തെ ഇന്നലെ വരെയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ജോലിക്ക് പോയി. അല്ല ചേച്ചിക്ക് അവരുടെ ജോലി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് വരികയാണ്. വലിയ പ്രയാസമുള്ള ജോലിയാണോ? ഇല്ലെന്നേ, ഇവിടെ ഒരുപാട് ജോലിയൊന്നും ഇല്ല. ജോലി ഇല്ലാത്തതാ എൻ്റെ വിഷമം. എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊരു കാര്യം ചെയ്താൽ മതി. 25 ഉണ്ടക്കല്ല് പെറുക്കി എടുത്തുകൊണ്ട് വന്ന് മേശവിരിപ്പിൽ വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് മേശക്കാലിന് ചുവട്ടിൽ വെക്കണം. 25 എണ്ണം തീരുമ്പം പിന്നെ ഓരോന്നെടുത്ത് മേശവിരിപ്പിൽ വെക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ബബിത ചിരിക്കാണ്. അയ്യോടി തമാശ. അല്ലച്ചിയുടെ അഡ്രസ്സ് ഒന്ന് തരുമോ? എന്തിനാ? എനിക്കൊന്ന് കാണണമെങ്കിൽ അങ്ങോട്ട് വരാമല്ലോ. അച്ഛനോട് അഡ്രസ്സ് ചോദിച്ചാൽ മതി. വലിയ പോസ്റ്ററൊക്കെയല്ലേ അഡ്രസ്സ് കണ്ടുപിടിക്കാനൊക്കെ എനിക്കറിയാം. പത്രത്തിലൊരു ഫോട്ടോ പരസ്യം കൊടുത്താൽ മതി. ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ കാണാതിരിക്കുന്നു പറഞ്ഞ് അപ്പോഴേ അഡ്രസ്സ് കിട്ടും. ഓക്കെ, സമ്മതിച്ചു. വലിയ ബുദ്ധിശാലി തന്നെ. നീയവിടെ എന്ത് ചെയ്യുകയാ? കിടക്കുമായിരുന്നോ? കിടന്നു. രോഹിതും കൃഷ്ണമോളും അറിയില്ല. കിടന്നു കാണും. അതിൻ്റെ അറിയാത്തത്? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഗുഡ് നൈറ്റ് പറഞ്ഞില്ലേ? ഇല്ല. എന്താണ് നിന്റെ സ്വരത്തിന് വല്ലായ്മ? ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇന്നലെ വിളിച്ചപ്പോ. ഒന്നുമില്ല ചേച്ചി. അല്ല, ഉണ്ട്. നീ എന്നോട് പറഞ്ഞതാ. എന്താ പ്രശ്നം? ചേച്ചിയുടെ ടൈം ടേബിളെല്ലാം അമ്മ ഇവിടെ ഒന്ന് പൊളിച്ചെടുക്കി. അതിനെന്താ? അമ്മയുടെ ടൈം ടേബിൾ അനുസരിച്ച് എല്ലാം ചിട്ടപ്പെടുത്തണം. നമുക്ക് കാര്യം നടന്നാൽ പോരെ? അമ്മയ്ക്ക് ചേച്ചിയോടുള്ള വാശിയാ. ഞങ്ങളെ കിച്ചണിൽ കേട്ടുന്നില്ല. മുറ്റവും വീടും തൂത്തു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു പണിയും ചെയ്യിക്കുന്നില്ല. അതൊന്നും സാരില്ല മോളെ. നിങ്ങളോടുള്ള ദേഷ്യം എന്നോടല്ലേ. അമ്മയോട് വഴക്കിന് നിൽക്കണ്ട. നിങ്ങൾ പഠിച്ചാൽ മതി. ഇന്നിവിടെ വഴക്കുണ്ടായി ചേച്ചി. അത് ഞാൻ കാരണം. ബബിത കുറച്ചു മുമ്പ് ലിവിംഗ് റൂമിലുണ്ടായ വഴക്കിനെ പറ്റി ചേച്ചിയോട് പറഞ്ഞു. സാരയില്ല, ഒന്നും സാരയില്ല. നീ മനസ്സ് കൈവിടായിരുന്നാൽ മതി. അലിനെ ആശ്വസിപ്പിച്ചു. എന്തോ ഇതെല്ലാം ശരിയാണോ പോണില്ല ചേച്ചി. എനിക്ക് ഭയങ്കര നിരാശ തോന്നാ. എന്തിന്? ഇവിടെ ശ്രദ്ധിക്ക്. ഞാനല്ലേ നിങ്ങളുടെ കൂടെ. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ. നിങ്ങൾക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ അങ്ങ് വരികയും ചെയ്യാം. വീട്ടിലോ സ്കൂളിലോ ടൗണിലോ എവിടെയെങ്കിലും വെച്ച് കാണാം. ബബിത ദീർഘമായി നിശ്വസിക്കാണ്. ഉറങ്ങിക്കോ. ഒരിക്കൽ കൂടി അലിന്റെ സ്വരം അവൾ കേട്ടു. അവൾ അറിയാതെ തന്നെ എപ്പോഴോ